ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ടോ? ഉണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾ, സർ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ ടിപ്സ് പറഞ്ഞു തരുമോ? മെഡിറ്റേഷൻ ആവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഞാൻ സ്ഥിരം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള എക്സിനെ അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ നോക്കാം നമുക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രീത്ത് ചെയ്യണം. ഓക്കെ, ഒരു 20 ബ്രീത്ത്സ് എടുത്ത് ഔട്ട് ചെയ്യുക. 20 ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 മുതൽ 1 വരെ പുറകിലോട്ട് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. 10, 9, 8, 7 അങ്ങനെ 1 വരെ പുറകിലോട്ട് കൗണ്ട് ചെയ്യുക. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിയുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു 3 അഫർമേഷൻസ് ഉണ്ട്. ഈ 3 അഫർമേഷൻസിലെ ഓരോ അഫർമേഷൻസും നിങ്ങൾ 7 തവണ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? 10 മുതൽ 1 വരെ നിങ്ങൾ പുറകിലോട്ട് എണ്ണുന്നു. അതിനുശേഷം ഞാൻ പറയുന്ന 3 അഫർമേഷൻസ് ഓരോന്നും 7 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഹീലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ രൂപം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്നു, കാണുന്നു. അത് സങ്കല്പിക്കുന്ന സമയത്ത് മാക്സിമം ഫീലോട് കൂടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സങ്കല്പിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു 10 ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തതിന് ശേഷം പതിയെ കൈകൾ കൂട്ടി തിരുമ്മി നിങ്ങൾക്ക് മുഖത്ത് ജസ്റ്റ് ഒന്ന് സ്പർശിച്ചതിന് ശേഷം ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഇതാണ് പ്രോസസ്സ്. അപ്പൊ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 അഫർമേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ പഠിക്കണം. ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ മെഡിറ്റേഷൻ പ്രോസസ്സിലോട്ട് കടക്കാൻ. ഓക്കെ, ആ 3 അഫർമേഷൻസ് പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ നോട്ട് ചെയ്തോളൂ, ഇതാണ് 3 അഫർമേഷൻസ്. 1, കൈന എന്നെ സ്നേഹിക്കുന്നു. ഈ കൈന എന്നുള്ള പേരിന് പകരം നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എക്സിന്റെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, കൈന എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബന്ധം ഓരോ ദിവസവും ദൃഢമാകുന്നു. ഞങ്ങളുടെ ബന്ധം ഓരോ ദിവസവും ദൃഢമാകുന്നു. 3, കൈന എൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു. കൈന എൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു. 4, കൈന എന്നെ സന്തോഷവാനാക്കാൻ ആഗ്രഹിക്കുന്നു. കൈന എന്നെ സന്തോഷവാനാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 4 അഫർമേഷൻസ് ആണ്. ഞാൻ നേരത്തെ 3 എന്നാണ് പറഞ്ഞത്. ടോട്ടൽ 4 അഫർമേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 4 അഫർമേഷൻസും ഓരോന്നും 7 തവണ റിപ്പീറ്റ് ചെയ്യാൻ മറക്കരുത് ആ മെഡിറ്റേഷൻ പ്രോസസ്സിൽ. അതിനുശേഷമാണ് വിഷ്വലൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. കണ്ണ് തുറന്നുകൊണ്ട് അഫർമേഷൻസ് നോക്കാൻ പാടില്ല. അപ്പൊ ആദ്യം ഇത് പഠിക്കണം. ഓക്കെ, പഠിച്ചതിന് ശേഷം എല്ലാവരും ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഇത് ചെയ്തു നോക്കുക. നിങ്ങളുടെ റിസൾട്ടൊക്കെ താഴത്ത് കമൻ്റ് ആയിട്ട് വന്നിട്ട് ടൈപ്പ് ചെയ്യുക. അത് തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.